ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്കൊരു നല്ല കാലം വരുമ്പോ ഞാൻ അതിന് തടസ്സം നിൽക്കോ? പറ, ഞാൻ അങ്ങനെ ചെയ്യുന്ന തോന്നുന്നുണ്ടോ? അമ്മേ, ഇവളെ എന്നോട് ചോദിച്ചത് കേട്ടില്ലേ? ആദ്യം ഞാൻ എവിടേക്കെങ്കിലും മാറ്റി നിർത്തിയതാണോ എന്ന്. സുജാതെ, മറ്റന്നാള് കല്യാണമല്ലേ? ഇങ്ങനൊരു സംഭവം അതിപ്പോ അവരെ അറിയിക്കാനും പറ്റില്ലല്ലോ. എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കണ്ടെത്തിയേ പറ്റൂ. അതെ, നമുക്ക് പോലീസിനൊന്നും അറിയിച്ചാലോ? ஆமா, நானும் அதுதான் சார் யோசிச்சுட்டு இருக்கேன். പോലീസില് അറിയിക്കാൻ വരട്ടെ രാമകൃഷ്ണേട്ടാ. അതെന്ത്? ഈ വീട്ടില് നമ്മളെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടല്ലോ. ജീവന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. അമ്മേ, എന്താ അമ്മ ഈ പറയുന്നത്? ഈ കല്യാണം നടത്താൻ ശ്രമിക്കുന്നത് ജീവനല്ലേ? എന്നിട്ട് ജീവൻ തന്നെ അത് മുടക്കാൻ ശ്രമിക്കോ? എന്തുപറ്റി? എന്താ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത്? അതെ മോനെ, ആദ്യം കല്യാണിയെ അവര് നിന്റെ കൂടെ എങ്ങാനും വന്നായിരുന്നോ മോനെ? ഇല്ല, അവരെന്റെ കൂടെ എവിടെ വരാന്? എടാ, സത്യം പറ, കുട്ടികളെവിടെ? ഇതെന്തൊക്കെയാ ചോദിക്കുന്നത്? കുട്ടികളെ കാണാനില്ലെങ്കിൽ അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. ഓ ഓ ഓ, അതും കൂടെ എന്റെ തലയിൽ എടുത്തു വെക്കാനാണ് നിങ്ങൾ എല്ലാരും കൂടെ ശ്രമിക്കുന്നത്. ഇവിടെ ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് നീയോ? അതുകൊണ്ടാ നിന്റെ അടുത്ത് ചോദിക്കുന്നത്. അമ്മേ, നിങ്ങൾ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല കേട്ടോ. മറ നിത്യേ, ആദ്യം നിന്നെ പിരിഞ്ഞു പോവില്ലെന്ന് ഞാൻ നിനക്കൊരു വാക്ക് തന്നായിരുന്നോ? അത് സത്യമാണോ? ആ, അപ്പൊ ഞാൻ ആദ്യം എന്തെങ്കിലും ചെയ്യോ? രാമകൃഷ്ണേട്ടാ, ഓ ഇനി താമസിക്കണ്ട, പോലീസിൽ അറിയിക്കാം. ഓ പോലീസുകാർ വരട്ടെ, ഇവിടെയുള്ളവരെ ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യട്ടെ. ആരാ കള്ളത്തരം കാണിച്ചെന്ന് അവര് കണ്ടുപിടിക്കട്ടെ. വിളിക്ക്, വിളിക്ക്. എത്ര ഉന്നതനായ ഓഫീസറെ വേണമെങ്കിലും വിളിക്ക്. എന്റെ അമ്മ ചെയ്യാത്ത കാര്യത്തിന് തല കുനിച്ച് നിൽക്കാൻ എന്നെ കിട്ടില്ല. അല്ല മോനെ, ഇപ്പോ തർക്കിച്ചോണ്ടിരിക്കാനുള്ള സമയമല്ല. ഏതാ, നമുക്ക് പോലീസിനെ അറിയിച്ചിട്ട് അവരുടെ മറുപടി എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. ഏതാ, അതുവരെ നമുക്ക് കുട്ടികളെ തിരയും ചെയ്യാം. ഞാൻ പോലീസിനെ വിളിക്കാമേ.
ജ്യോതി, നിത്യേച്ചി സത്യം പറ, ആദ്യം എവിടെയാ ഉള്ളത്? നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? നിത്യേച്ചിക്ക് ആദ്യം പിരിയാനുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. അതിനുവേണ്ടി അവനെ എവിടേക്കെങ്കിലും മാറ്റി നിർത്തിയിരിക്കുവാണോ? മോളെ, ഞാൻ അവനെ ഒരു മകനായിട്ട് കണ്ടിട്ടില്ല, ഒട്ടും പരിഗണിച്ചിട്ടില്ല. പക്ഷെ മനു എന്നെ സ്വീകരിക്കാന്ന് പറഞ്ഞ നിമിഷം മുതൽ ഞാൻ അതിന് ശ്രമിക്കുക. അവന്റെ അമ്മയായിട്ട് മാറാൻ തുടങ്ങുമായിരുന്നു. അതിനിടയ്ക്ക് എന്തിനെങ്ങനെ ദ്രോഹിക്കുന്നേ? ആദ്യം കാണാതായ ഈ വിവാഹം നടക്കുവോ? മനുവിന്റെ വീട്ടുകാരതിന് സമ്മതിക്കുവോ? നീ എന്നെ ഇങ്ങനെ സംശയിക്കൊന്നും ഞാൻ കരുതിയില്ല. എങ്ങനെയാ നിനക്കിതിന് പറ്റുന്ന? നിനക്കൊരു നല്ല കാലം വരുമ്പോ ഞാൻ അതിന് തടസ്സം നിക്കോ? പറ, ഞാൻ അങ്ങനെ ചെയ്യുന്ന തോന്നുന്നുണ്ടോ? അമ്മേ, ഇവളെ എന്നോട് ചോദിച്ചത് കേട്ടില്ലേ? ആദ്യം ഞാൻ എവിടേക്കെങ്കിലും മാറ്റി നിർത്തിയതാണോ എന്ന്. അമ്മയ്ക്കുണ്ടോ ഇങ്ങനത്തെ സംശയം? പിന്നെ എന്റെ മോൻ എവിടെ പോയി? അത് പറ. ജ്യോതി, നീ ബഹളം വെക്കാതെ. നിക്ക് അങ്ങനൊന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. മോളെ, അവര് ചിലപ്പോ മുൻപത്തെ പോലെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ വേറെ ആരെങ്കിലും. മക്കളെ, നമ്മൾ കണ്ടുപിടിക്കും. അവര് വരുമ്പോ അവര് പറയുമല്ലോ എല്ലാത്തിനും ഉത്തരം. അതുവരെ ഒന്ന് ക്ഷമിക്കും. മനുവാ വിളിക്കുന്നെ. ആദിയുടെ കാര്യം പറയാനാ മനു കൂടെ കൂടെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ എന്താ പറയേണ്ടത്? അമ്മേ, ഫോൺ എടുക്ക, അല്ലെങ്കിൽ മനു ചിലപ്പോ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ഹലോ. ആ ഹലോ, ആന്റി ആണോ? അതെ മോനെ. ആന്റി, ജ്യോതിക്കൊന്ന് ഫോൺ കൊടുത്തേ.